ബേക്ക് ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കേക്കൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ ആഗ്രഹമുള്ള തുടക്കക്കാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കേക്ക് നമ്മൾ ആദ്യം മുതലേ നമ്മൾ സെയിൽ ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടമാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും ചെയ്യണേ. ഇന്ന് 1/2 കിലോ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദാമാവും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരിച്ച് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ 3 പ്രാവശ്യം അരിച്ചെടുക്കുക, അതല്ലെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ചതിന് ശേഷം സ്പൂണ് കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം ആ ഒരു മൈദാമാവും ബേക്കിംഗ് പൗഡറും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കേക്ക് തയ്യാറാക്കി പഠിക്കാൻ പറ്റും കേട്ടോ. ഇനി അടുത്തത് കേക്ക് ടിൻ ഒരുക്കിയെടുക്കാം. ഞാൻ ഇവിടെ 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1-2 തുള്ളി സൺഫ്ലവർ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ എല്ലാ ഭാഗവും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അതല്ലെങ്കിൽ നിങ്ങളൊരു ബ്രഷ് ഉപയോഗിച്ച് എല്ലാ ഭാഗവും ഒന്ന് ഇതുപോലെ ഒന്ന് ആ ഒരു ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് മൈദാമാവ് ഒന്ന് ഇട്ട് കൊടുക്കുക. മൈദാമാവ് ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു കേക്കിൻ്റെ ടിന്നിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കണം. അപ്പോൾ ആ ഒരു എല്ലാ ഭാഗത്തും ഈ ഒരു മൈദാമാവ് ഒന്ന് തട്ടി ഇതുപോലെ ഒന്ന് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ബാക്കി വരുന്ന ആ ഒരു മൈദാമാവെല്ലാം ഒന്ന് തട്ടി കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ കേക്ക് ടിന്ന് ഒരുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ കേക്ക്, ഇപ്പോൾ ഇത് 1 കിലോയുടെ കേക്കാണോ എടുക്കണമെങ്കിൽ നിങ്ങൾ 7 ഇഞ്ചോ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന് എടുക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഓവനിലല്ല കേട്ടോ, ഇതുപോലെ അടുപ്പിൽ വെച്ചാണ് വേവിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു അലുമിനിയം പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വളയം വെച്ചതിന് ശേഷം മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ. ഈ സമയത്ത് നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗൾ എടുക്കുമ്പോൾ ഒട്ടും നനവില്ലാത്ത ബൗൾ എടുക്കുക. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് മുട്ടയൊന്ന് ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ എടുക്കാൻ പാടില്ല. നല്ലതുപോലെ തണുപ്പൊക്കെ മാറി പുറത്ത് വെച്ചിരിക്കുന്ന മുട്ട എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസും ഒരു 2 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു കുറച്ചൊന്ന് ബീറ്റായി വരുമ്പോൾ നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ പൊടിച്ച പഞ്ചസാര 1/2 കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് വീതം ചേർത്ത് കൊടുത്ത് മുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര ഒന്നിച്ച് ചേർത്ത് കൊടുക്കാതെ കുറച്ച് വീതം ചേർത്താണ് മുട്ട ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. എങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മുട്ട നല്ലതുപോലെ ഒന്ന് പതപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ മുട്ട ബീറ്റ് ചെയ്യുന്നത് നല്ലതുപോലെ വൈറ്റ് കളർ ആവുന്നത് വരെ ഒന്ന് മുട്ട ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പഞ്ചസാര പൊടി ചേർത്തത് കണ്ടല്ലോ, കുറച്ച് വീതം ചേർത്തത് ആ മുട്ടയുടെ ആ കളറൊക്കെ മാറി നല്ലൊരു വൈറ്റ് കളറായി വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം സ്പീഡ് കുറച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സൺഫ്ലവർ ഓയിൽ ചേർത്തതിന് ശേഷം പിന്നെ സ്പീഡ് കൂട്ടി ബീറ്റ് ചെയ്യേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് വീതം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ ആ ഒരു മുട്ട താഴ്ന്നു പോകാതെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. കൂടുതലിട്ട് നമ്മൾ മിക്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ കട്ടി കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെറിയ ചൂട് പാലോ അതുപോലെ തന്നെ ചെറു ചൂടുവെള്ളം ഒരു 2 സ്പൂണൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ് കേട്ടോ. അതിനുശേഷം നമുക്കൊരു 20-25 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. കൂടുതൽ വേണ്ട 20 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ഈ ഒരു കേക്ക് തയ്യാറായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അതവിടെ കേക്ക് വെച്ചതിന് ശേഷം 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കേക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ തണുക്കട്ടെ. ഈ സമയത്ത് നമുക്ക് വിപ്പിംഗ് ക്രീം, ഞാൻ ഇവിടെ 1 കിലോ കേക്കിന് 1.5 കപ്പ് അളവിലാണ് വിപ്പിംഗ് ക്രീം എടുക്കുന്നത്. ഇത് ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ അതിൻ്റെ പുറത്ത് ഫ്ലവറും കൂടി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് 1 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ പഞ്ചസാര പൊടിയൊന്നും ചേർക്കുന്നില്ല. അതിൽ നല്ല മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ അതിനെ എന്നിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ നല്ല സ്പീഡ് ബീറ്റ് ചെയ്യുക. ഒരു 4 മിനിറ്റെങ്കിലും നമ്മളൊരു വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുക കേട്ടോ.
പിന്നെ ചിലർക്ക് ബീറ്റർ ചിലപ്പോൾ സ്പീഡ് കുറവുള്ള ബീറ്ററായിരിക്കും എങ്കിൽ കുറച്ചും കൂടി സമയമെടുത്ത് നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നത് നമ്മൾ തിരിച്ചൊന്ന് കമത്തുമ്പോൾ ആ വിപ്പിംഗ് ക്രീം നമുക്ക് വിഴാത്ത രീതിയിൽ നല്ല ഒരു ക്രീം രൂപത്തിൽ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ ചെന്ന് കാണാം കേട്ടോ. നിങ്ങൾക്ക് നല്ല രീതിയിൽ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല ഫിനിഷാക്കി തന്നെ എടുക്കണം കേട്ടോ. കൂടുതൽ അധികമായിട്ട് ബീറ്റ് ചെയ്ത് പോകാൻ പാടില്ല. പിന്നെ നല്ലതായിട്ട് ബീറ്റ് ആവാതിരിക്കാനും പാടില്ല കേട്ടോ. ഇതുപോലെ ആയിരിക്കണം, നല്ലൊരു ഫിനിഷായിട്ട് തന്നെ നമുക്ക് ആ ഒരു വിപ്പിംഗ് ക്രീം എടുക്കണം കേട്ടോ. തേക്കുമ്പോൾ ഇതുപോലെ നല്ല ഫിനിഷായി കിട്ടണം. അപ്പോൾ ഞാനവിടെ വിപ്പിംഗ് ക്രീമും ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഒരു കാര്യം കൂടെ പറയാം കേട്ടോ. ഞാനവിടെ കേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന കേക്കിൻ്റെ ബോർഡ് വ്യത്യാസമാണ് കേട്ടോ. ഇത് 1/2 കിലോയുടെ കേക്കിൻ്റെ ബോർഡാണ്. പക്ഷേ നമ്മൾ ഈ ഒരു 1/2 കിലോ കേക്കിൽ നമ്മൾ കേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്രീം ഒന്നും നേരെ തേച്ച് കൊടുക്കാനോ ഒന്നും പറ്റില്ല. ഒരു കേക്ക് വയ്ക്കുമ്പോൾ തന്നെ നമുക്കത് നിറഞ്ഞിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 3/4 കിലോ അളവിലുള്ള ബോർഡ് വാങ്ങിക്കുക. നമ്മൾ പുറത്തൊക്കെ കേക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു അളവിലാണ് ബോർഡ് വാങ്ങിക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ കേക്ക് ആ ഒരു നല്ലൊരു ഭംഗിക്ക് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനവിടെ ഒന്ന് കുറച്ച് ക്രീം ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഫസ്റ്റ് ലെയർ കേക്ക് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് നടുക്കത്തെ ലെയറാണ് ആദ്യം ഞാൻ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് നനച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ഷുഗർ സിറപ്പിൽ ഞാൻ മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ പഞ്ചസാര പൊടിച്ചതും കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ അതിന് ശേഷം നമ്മളിത് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ക്രീം തേച്ച് കൊടുക്കുക. ക്രീമത്തിന് കട്ടിക്കൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ക്രീം എടുക്കുമ്പോൾ നല്ല ഫിനിഷും ആയിരിക്കും, പക്ഷേ നല്ല കട്ടിയായിരിക്കും കേട്ടോ. അതിനുശേഷം നമുക്കിതുപോലെ നൈഫ് വെച്ച് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾ ഈ ഒരു ബോർഡും നീങ്ങിപ്പോവാതിരിക്കുക ഒന്നി നിങ്ങളൊരു ടവലിടുക, അതല്ലെങ്കിൽ അടിയിലൊരു ടവലിട്ട ശേഷം അതിൻ്റെ പുറത്ത് വയ്ക്കുക, അതല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ ഒന്ന് നനച്ച് വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പം അത് നീങ്ങാതെ അങ്ങനെ തന്നെ ഇതായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മളിത് ക്രീമൊക്കെ തേച്ച ശേഷം നമ്മളിതിലേക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മിൽക്ക് മെയ്ഡും നമ്മൾ വൈറ്റ് ചോക്ലേറ്റുമാണ് നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കിന് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനവിടെ നിറയൊന്ന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഒന്ന് നമ്മൾ ആ ഒരു നൈഫ് വെച്ച് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്ത ശേഷം അതിലേക്ക് നിറയെ ചോക്ലേറ്റും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഞാൻ 3 ലെയർ കേക്കും തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് അടുത്ത് 3 ലെയർ കേക്കും വെച്ച് കൊടുത്തിട്ട് ലാസ്റ്റാണ് ഇതിപ്പോൾ 2ാമത്തെ ലെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും പുറത്തുള്ള ലെയറാണ് കേക്കിൻ്റെ വയ്ക്കുന്നത്. 3ാമത്തത് ലാസ്റ്റ് ലെയറാണ് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴത് നല്ല ഫിനിഷ് കിട്ടും. അതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് നനച്ച് കൊടുത്ത ശേഷം ക്രീം ഒന്ന് തേച്ച് ക്രം കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം എല്ലാവരും ഇത് വീഡിയോ ഫുള്ള് കാണണം കേട്ടോ. നിങ്ങൾക്കുള്ള സമ്മാനങ്ങൾ ഉടനെ തന്നെ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ സമ്മാനങ്ങൾ തരണമെന്ന് കുറേ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് ഇപ്പോഴേ ഇത്തിരി ബുദ്ധിമുട്ട് വന്നത് കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ധാരാളം സമ്മാനമൊക്കെ തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ഉടനെ നിങ്ങൾക്കുള്ള സമ്മാനമായിട്ട് വരും കേട്ടോ. അതെന്താണെന്ന് ഇപ്പോഴും ഞാൻ പറയുന്നില്ല. പിന്നെ എൻ്റെ വീഡിയോ ഇനി ഞാൻ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല, ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ എല്ലാ വീഡിയോയ്ക്കും കമൻറ്റ് നല്ല രീതിയിൽ വീഡിയോ ഫുള്ള് കണ്ട് കമൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിലുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കമൻറ്റ് ചെയ്യുന്നവർക്കാണ് ഞാൻ സമ്മാനം കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനവിടെ ക്രം കോട്ട് ചെയ്ത് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച കേക്കാണ്. ഇനി നമുക്ക് ഫൈനൽ ഐസിങ് ചെയ്യാം കേട്ടോ. ഞാൻ ഇത്തിരി കട്ടിക്കൊന്ന് ക്രീമൊന്ന് തേച്ച് കൊടുത്ത ശേഷം അതെല്ലാം ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ചിട്ട് 4 ചുറ്റും ഒന്ന് ഇതുപോലെ കട്ടിക്ക് തന്നെ ക്രീം തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഡെക്കറേഷനൊക്കെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്, എങ്കിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് തുടക്കക്കാർക്ക് വേണ്ടിയാണ് കേട്ടോ. ചില ആളുകൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും. അപ്പോഴവർക്ക് നല്ല രീതിയിൽ കേക്ക് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും ഞാൻ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം ഞാനവിടെ കേക്ക് എല്ലായിടത്തും ക്രീം തേച്ച ശേഷം നമ്മൾ ആദ്യം നൈഫ് വെച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കാർഡ് ഉപയോഗിച്ച് ഫിനിഷ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ നൈഫ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇല്ലാത്ത കേക്കിൻ്റെ ആകെ കാണുന്ന ഭാഗത്തൊക്കെ നല്ലതായിട്ട് കട്ടിക്ക് ക്രീം തേച്ച് കൊടുക്കുക.
അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു കാർഡ് ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് 2-3 പ്രാവശ്യം ഒന്ന് കാർഡ് ഉപയോഗിച്ച് ഫിനിഷ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ട്, നല്ല രീതിയിൽ ഐസിങ് ചെയ്യുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങളുടെ സമ്മാനം എന്തൊക്കെയെന്ന് വരുന്ന വീഡിയോസിലൊക്കെ ഇനി പറയട്ടെ, ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ ഞാൻ പറയുന്നതാണ്. അപ്പം അപ്പോൾ ഉടനെ നിങ്ങൾക്കുള്ള സമ്മാനങ്ങളൊക്കെ കിട്ടും കേട്ടോ. നല്ല രീതിയിലൊക്കെ എൻ്റെ വീഡിയോ കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാനവിടെ കേക്ക് നല്ലതുപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു കാർഡ് ഉപയോഗിച്ച്, ഇതുപോലത്തെ ഒരു കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര അറിയാത്തവർക്കും കേക്ക് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ഇതവിടെ നൈഫ് വെച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ആ ഒരു ഇത് വച്ച ശേഷം ഒന്ന് സ്പീഡെ ഒന്ന് കറക്കി കൊടുത്താൽ മതി കേട്ടോ. കറക്റ്റായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇതുപോലത്തെ ഒരു കുഞ്ഞ് ഡിസൈനാണ് കൊടുക്കുന്നത് കേട്ടോ ഈ സൈഡിൽ. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒന്ന് കൊടുക്കുന്ന ഒരു 4 ചെറിയ ഫ്ലവറും കൂടി വെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ഇതുപോലത്തെ ഒരു നോസിലെടുക്കുക. അതിനുശേഷം പൈപ്പ് ബാഗിലിട്ട് 2 സൈഡിലും നമുക്ക് 2 കളർ കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ യെല്ലോയും പിങ്കും കൊടുത്തിട്ട് അതിൽ നമ്മൾ ക്രീം തേച്ചിട്ട് ഇതുപോലൊരു ഓരോ ഫ്ലവർ വിധമാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം അധികം ഡെക്കറേഷനൊന്നുമില്ല, ഒരു കുഞ്ഞ് ഡെക്കറേഷനാണ് കേട്ടോ. ഇതുപോലെ 4 ഫ്ലവർ ചെയ്തിട്ട് നടുക്ക് പേരെഴുതിയിട്ട് കുറച്ച് നമ്മൾ ഇത് ഷുഗർ ബോൾസൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഡിസൈനൊക്കെയാണ് കേട്ടോ ഞാൻ കൂടുതലും നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം കുറേ പേര് പറയുന്നുണ്ട് ഫ്ലവറൊക്കെ ചെയ്ത് കാണിക്കണമെന്ന്. അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെയുള്ള എളുപ്പത്തിലുള്ള ഫ്ലവറൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ ഓരോന്ന് വിധം. എനിക്ക് എന്നും വീഡിയോ ഇടാൻ പറ്റില്ല, കാരണം തിരക്കുകളാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊക്കെ ഇടാൻ പറ്റാത്തത്. ഇതുപോലെ 2 ദിവസത്തിൽ ഒരു ദിവസം അങ്ങനെയൊക്കെയാണ് ഞാൻ ഇടുന്നത് കേട്ടോ വീഡിയോസ്. എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ അതിപ്പോൾ മാത്രമല്ല, പിന്നെ നമുക്ക് ഇപ്പം നൊയമ്പൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കേക്കൊക്കെ കൂടുതൽ ഉണ്ടാക്കാനും പറ്റില്ല. ഇതുപോലെയൊക്കെ നമുക്ക് ഓർഡറൊക്കെ കിട്ടുമ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മളെ വീട്ടിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കേക്കൊക്കെ ചെയ്തത് ഇവിടെ സെയിൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതവിടെ ബോക്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഈ ഒരു കേക്കിന് വാങ്ങിക്കുന്ന തുകയെന്ന് പറയുന്നത് 350 രൂപയാണ് കേട്ടോ. നിങ്ങളുടെ സ്ഥലത്തൊക്കെ എത്രയാണോ രൂപയുള്ളത് അതനുസരിച്ച് വാങ്ങിക്കുക കേട്ടോ. 400 രൂപ വരെ വാങ്ങിക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കാണിച്ച ഈ ഒരു വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും ഹൈപ്പ് എന്ന ഓപ്ഷനും കൊടുക്കണം.